ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിലിമ്പിപ്പുളിയെക്കുറിച്ചാണ്. വിലിമ്പിപ്പുളിയാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇവിടെ നിറയെ മരത്തിൽ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കമ്പുകളിലും ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. സൂര്യപ്രകാശം കാരണം എല്ലാം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ശിവൻചേട്ടൻ കുറേ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെ, ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു സംഭവമാണ്. അധികം വൈകാതെ ഒരു 2 വർഷം കൊണ്ട് നിറയെ കായയായി കിട്ടും. ഇതിന് നമ്മൾ ഒരുപാട് പരിചരണം ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യത്തിന് വെയിൽ, സൺലൈറ്റ് വേണം. പിന്നെ ഇതിന് വേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം വേണം. അതും തണുത്ത കഞ്ഞിവെള്ളവും കാര്യങ്ങളും കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ കായ ഉണ്ടാവാനും. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ കടയ്ക്ക് ഇപ്പോൾ പൈപ്പുകളും കാര്യങ്ങളും വേണ്ടത് കിടക്കേണ്ട. അതുപോലെ വെള്ളം, ആവശ്യത്തിന് വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ വളമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വളം വലിച്ചാണത്. പിന്നെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് ഇതിൻ്റെ കടയ്ക്ക് നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെ നിറയെ പൂത്ത് പലതവണ പൂത്ത് നമുക്ക് നിറയെ കിട്ടും. ഇതിന് എന്തൊക്കെ യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വലിപ്പം കൂടിയതാണ്. ഇത് നമുക്ക് ശരിക്കും കറിയിലിടുകയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റല്ല. എന്നാൽ ഇതിന് മറ്റൊരു ഉപയോഗമുണ്ട്. നമുക്ക് ഉപ്പിലിടാം. വെറുതെ കല്ലുപ്പും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാറ്റി വെള്ളം ഇത് കഴുകി ഇതിൻ്റെ ഈ പൂവൊക്കെ കളഞ്ഞ് ക്ലിയർ ചെയ്തതിന് ശേഷം ആ വെള്ളം വറ്റിപ്പോയതിന് ശേഷം, വെള്ളമില്ലാത്ത അവസ്ഥയിൽ വേണം, പച്ചവെള്ളത്തോടു കൂടി ഇടരുത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളത്തിൽ ഉപ്പും ഇട്ടിട്ട് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തെന്ന് പറയണേ, മറ്റ് കറികളുള്ള കൂട്ടത്തിൽ ഗ്രേവി ഇല്ലാത്ത കറികളാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു ഗ്രേവി ആക്കിയിട്ട് തേങ്ങാപ്പാലും കൂടി എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അതുപോലെ നമുക്ക് അച്ചാറിടാം. പിന്നെ നമുക്ക് കറിയിൽ യൂസ് ചെയ്യാം. മാങ്ങയൊക്കെ യൂസ് ചെയ്യണ മാതിരി ഇത് കറിയിൽ യൂസ് ചെയ്താൽ അതിന് നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഈ വലിപ്പമൊക്കെ ഉള്ളത് ഇതൊക്കെയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് വലിയ മീനുകളല്ല, മീഡിയം മീനില്ലേ, ഇപ്പോൾ മത്തി, അയില, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എന്നാൽ ഒരുപാട് വലിയ മീൻ കഴിച്ചതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളില്ല. ആ വലിപ്പവും ടേസ്റ്റ് ഉള്ള വായിക്കുള്ള ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ശരീരത്തിന് ഗുണം ചെയ്യണതെന്ന് പറഞ്ഞാൽ ചെറു മീനുകളാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. മീൻ കറിയിൽ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആള് പിന്നെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം. മകന് സ്റ്റെഫിന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ സ്റ്റെഫിൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് പറിക്കുന്നത്. ഇത് ഞങ്ങൾ പറിച്ചിട്ട് ഇപ്പോൾ 3 യൂസാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ വലിപ്പമുള്ളത് ഞങ്ങൾ ഉപ്പിലിടും. നമുക്ക് 1 വർഷത്തേക്കുള്ളത് നമുക്ക് കിട്ടും. ഒത്തിരി നാൾ ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കണ മാതിരി ഒരു ഉടച്ചിലോ ഒന്നും സംഭവിക്കാതെ കല്ല് പോലെ കിടന്നു. അപ്പോൾ ഈ ഒരു ഇലിമ്പിപ്പുളിയുടെ പ്രത്യേകത, ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിൻ്റെ പേരെന്ന് പറയണം കേട്ടോ. ഞാനിവിടെ പറയുന്നത് വിലിമ്പിപ്പുളി എന്നൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ, താഴന്ന് മുതൽ ഇവിടെയൊക്കെ താഴന്ന് മുതൽ പൂവിട്ട് അതേപോലെ തന്നെ കായുണ്ടായി. ഈ ഒരു കമ്പിൻ്റെ കണ്ടോ, ഉണങ്ങിയ കമ്പാ ഇവിടെ വെട്ടിക്കളഞ്ഞതാ. ഈ ഉണങ്ങിയ കമ്പിൽ വരെ പൂത്തിലഞ്ഞ് നിൽക്കുകയാണെന്നുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ വിലിമ്പിപ്പുളിക്ക്. ഇവിടെ എത്ര വിലിമ്പിപ്പുളി ഉണ്ടെന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റില്ല കേട്ടോ. അത്രയും വിലിമ്പിപ്പുളിയാണ് ഇവിടെ ഉള്ളത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിങ്ങനെ നമുക്ക് പറിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ വിലിമ്പിപ്പുളി നമ്മുടെ വീട്ടിൽ ഒഴിയാറില്ല. പ്രത്യേകിച്ച് അപ്പുറത്തെ സൈഡിലും ഒരു വിലിമ്പിപ്പുളി, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വിലിമ്പിപ്പുളിയുണ്ട്. അങ്ങനെ പല എൻ്റെ ഫ്രണ്ടിലും ഒരു വിലിമ്പിപ്പുളി ഉണ്ട്. അത് അൺലിമിറ്റഡ് എണ്ണമുണ്ട് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും അടുത്ത വീട്ടിലുള്ളവരും ഒക്കെ ഒരു കറി വെക്കണം പെട്ടെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ വന്ന് പറിച്ചുകൊണ്ട് പോകും. അതാണ് വിലിമ്പിപ്പുളി വിശേഷങ്ങൾ. ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ടുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. ഈ വിലിമ്പിപ്പുളി അല്ലെങ്കിൽ ഇലിമ്പിപ്പുളി എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, ഒരു അസിഡിക് ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ പേരക്കയൊക്കെ കഴിക്കുന്ന പോലെ എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടല്ല. അത് നമ്മൾ കഴിക്കുന്നവർക്കറിയാം അതത്ര ഈസി ഒന്നുമല്ല കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുക, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. അല്ലാതെ ഇത് ഉപയോഗിച്ച് കൂടിയ അളവിൽ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ കിഡ്നിക്ക് ദോഷമാണ്. ഇത് കൊളസ്ട്രോൾ കുറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ അത്ര എളുപ്പമല്ല. ഈ പറയുന്ന ഡയറക്റ്റ് ഉപയോഗിച്ച് ഒരു റിസൾട്ട് കിട്ടുക എളുപ്പമല്ല. അപ്പോൾ അതിനാരും ട്രൈ ചെയ്യാതിരിക്കുക. നമ്മൾ കറികളിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 2 പുളിയെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നത്. ഇത് വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം എൻ്റെ പ്രായമുള്ള മരം വരെ ഇവിടെ ഉണ്ട്.
ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മുടെ വീട്ടിൽ ഈ വിലിമ്പിപ്പുളിയുണ്ട്, ആ മരവും ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇന്നാൾ വന്നൊരു ക്വസ്റ്റ്യനാണ്, വിലിമ്പിപ്പുളി കായ്ക്കുന്നില്ല, എന്താണ് കാരണം? വെള്ളം നന്നായിട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വിലിമ്പിപ്പുളി കായ്ക്കും, അതും നിറയെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് നല്ല മൂത്ത വിലിമ്പിപ്പുളി മിക്സിയിൽ അടിച്ചതിന് ശേഷം കുറച്ച് സോപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നല്ലവണ്ണം വെള്ളം ഒഴിച്ച് തന്നെ കഴുകി കളയണം കേട്ടോ. ഇതിന് പുളിയുടെ അംശം, ഈ ഓക്സാലിക് ആസിഡിൻ്റെ അംശമൊന്നും അതിൽ പറ്റിപ്പിടിച്ചിരിക്കരുത്. പഴയ കാലത്തൊക്കെ ഈ ഒരു പുളി കരിമ്പേൻ കളയാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് കൃഷിലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.